പപ്പായയുടെ ഇലയുടെ നീരുണ്ടല്ലോ, പപ്പായ ഇലയുടെ നീര് അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? അതായത് ഡെങ്കി ഫീവർ പ്രിവെന്റ് ചെയ്യും, മലേറിയ പ്രിവെന്റ് ചെയ്യും, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂട്ടാനായിട്ട് സഹായിക്കും, ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അന്നത് എങ്ങനെ ഉപയോഗിക്കാന്നറിയോ? അതാണ് ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് പറയാൻ പോണേ. അത് ശരിക്കും കേൾക്കണമെങ്കിൽ ഓരോ മിനിറ്റ് ഒരു സെക്കൻഡ് പോലും മിസ് ചെയ്യാതെ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ അവസാനം വരെ കേൾക്കുക. എന്നിട്ട് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോ ആരംഭിക്കാം. ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയില് പപ്പായ ലീഫ് ടീ, പപ്പായ ഇല കൊണ്ടുള്ള സ്വരസവും അതിന്റെ ചായയും ഒക്കെ തയ്യാറാക്കിയുള്ള ഗുണങ്ങൾ വിശദമായിട്ട് പറയാം. പഴുത്ത പപ്പായ കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ? അത് കഴിച്ചു കഴിഞ്ഞാൽ ക്ഷീണം കുറയും, അതുപോലെ നല്ല ഊർജവും എന്തൂസിയാസവും എനർജിയും സ്ട്രെങ്ത്തും ഒക്കെ ഉണ്ടാവുന്നത് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ പലരും നമ്മുടെ കേരളത്തിലെ മലയാളികൾക്ക് സുലഭമായിട്ട് ലഭിക്കുന്നതല്ലേ. നമുക്ക് പല രാജ്യങ്ങളിലും ഉണ്ടല്ലോ ഒരു പപ്പായൊക്കെ, പഴുത്ത പപ്പായ അത് മാത്രമായിട്ട് ഡിന്നറൊക്കെ കഴിക്കുന്നവരുണ്ട്. മനസ്സിലായോ? എന്താ വെച്ച് കഴിഞ്ഞാൽ ഡയറ്റ് കുറയ്ക്കാനായിട്ട് ഈ വിശപ്പ് കൂടുതലും ഭക്ഷണം കൂടുതലും ശരീരഭാരം കൂടുതലുമാണല്ലോ ഇന്നത്തെ ഒരു പ്രശ്നം. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് വെയിറ്റ് ഒക്കെ കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് യാതൊരു ക്ഷീണവും തോന്നാതെ നമുക്കൊരു ഭക്ഷണമായിട്ട് ഒരു പപ്പായ നന്നായിട്ട് പഴുത്തത് രാത്രിയിൽ ഡിന്നറിനൊക്കെ അത് മാത്രം കഴിച്ചാൽ നമ്മുടെ അമിതമായ ശരീരഭാരം നിയന്ത്രിക്കുന്നതിനൊക്കെ സഹായിക്കുന്നുണ്ട്. അതൊക്കെ പോട്ടെ, നമുക്ക് ഇന്നത്തെ വിഷയം പപ്പായ ഇല കൊണ്ടുള്ള ഗുണങ്ങൾ അത് എങ്ങനെ തയ്യാറാക്കാം. അത് പലർക്കും അറിയില്ല. എന്ത് അളവിൽ കഴിക്കണം, എങ്ങനെയൊക്കെ അത് തയ്യാറാക്കി കഴിക്കാം, ഏതെങ്കിലും സാഹചര്യങ്ങളിൽ ഇത് കഴിക്കാൻ പാടില്ലാത്തതുണ്ടോ, ഏതെങ്കിലും കാലാവസ്ഥകൾ കഴിക്കാൻ പാടില്ല, അതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് പറയണേ. അപ്പൊ അതുകൊണ്ട് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, സ്കിപ്പ് ചെയ്യാതെ കാണുക, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തോളൂ. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് ചെയ്യാണ്ടെങ്കിൽ ഷെയർ ചെയ്തോ, ഒരു ചെയ്തില്ലാത്ത ഉപകാരം. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് വരാം. അപ്പൊ ഇതില് പപ്പൈൻ എന്ന് പറഞ്ഞ ഒരു ഘടകം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ആധുനിക വൈദ്യശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുള്ളതാണ് പപ്പൈൻ എന്ന് പറയുന്ന ഒരു ഘടകം. ഒരു ദഹനരസം, ഒരു എൻസൈം ഇതിലുണ്ട്. അതാണ് ഇതിന്റെ ദഹനശക്തി കൂട്ടുന്നതിന് നമ്മളെ സഹായിക്കും. നമ്മുടെ ഡൈജഷൻ പ്രൊമോട്ട് ചെയ്യും. നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ടതായ മൂലകങ്ങളെ ഭക്ഷണത്തിൽ നിന്ന് ആഗിരണം ചെയ്യുന്ന ആ പ്രോസസ്സ് ഉണ്ടല്ലോ, അത് ത്വരിതപ്പെടുത്തുന്നതിന് സഹായിക്കുന്നുണ്ട്. അതുപോലെ വയറ്റിലെ കൃമി ഇല്ലാതാക്കുന്നതിന്, ഉദരകൃമി ശമിപ്പിക്കുന്നതിന് സഹായിക്കും. പിന്നെ മെൻസ്ട്രൽ പെയിൻ, ഇറഗുലർ സൈക്കിൾസ്, പീരീഡ് സമയത്ത് ഉണ്ടാകുന്ന കലശലായ വേദന, അതൊക്കെ ശമിക്കുന്നതിന് സഹായിക്കും. അതുപോലെ സ്കിന്നിന് നല്ലതാണ്. അതുപോലെ ഹെയർ ഗ്രോത്തിന് സഹായിക്കുന്നുണ്ട്. ഇനിയുണ്ട് ഒട്ടനവധി ഗുണങ്ങൾ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ധാരാളം ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. ആന്റി ഓക്സിഡൻസ് ഉണ്ട്, വൈറ്റമിൻ എ ഉണ്ട്, വൈറ്റമിൻ ബി ഉണ്ട്, വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്, വൈറ്റമിൻ സി ഡി ഇ ഇതിന്റെ ഇലയിൽ അടങ്ങിയിട്ടുണ്ട്. ഫ്രൂട്ട്സിൽ വൈറ്റമിൻ എയും വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയും ഉണ്ട്. അതുപോലെ ഇലയിൽ വൈറ്റമിൻ സി ഉണ്ട്, വൈറ്റമിൻ ഡി ഉണ്ട്, വൈറ്റമിൻ ഇ ഉണ്ട്. അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ ഗുണങ്ങൾ. പിന്നെ ഇതിന്റെ യൂസ്ഫുൾ പാർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലുള്ള കുഞ്ഞ് കറുത്ത മണിമുത്ത് പോലത്തെ, കുരുമുളക് പോലുള്ള കറുത്ത മണിമുത്തില്ലേ, ആ വിത്ത്, അത് നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്. എങ്ങനെയൊക്കെ എന്തിനൊക്കെ ഉപയോഗിക്കാന്ന് വഴിയെ പറയാം, ശ്രദ്ധിച്ച് കേൾക്ക്. അതുപോലെ ഇതിന്റെ കറയില്ലേ, ആ ഫലത്തുനിന്ന് വരുന്ന പഴുക്കുന്നതിന് മുമ്പുള്ള പച്ചക്കായില്ലേ, അതിലിങ്ങനെ ബ്ലേഡ് കൊണ്ട് കീറിയിട്ട് അതിന്ന് വരുന്ന കറ ഊറ്റിയെടുത്തിട്ട് അതിന്ന് പല അലോപ്പതി മെഡിസിൻസ്, മോഡേൺ മെഡിസിൻസ് തയ്യാറാക്കുന്നതിനോട് ആക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഈ സാപ്പിന്ന്, അതിന്റെ കറയിൽ നിന്ന് എടുക്കുന്നുണ്ട്. അങ്ങനെ അതൊരു ഗുണമാണ്. അപ്പൊ ഇതിന്റെ ഫലം, അതുപോലെ വിത്ത്, ഇതിന്റെ ഇല എല്ലാം ഔഷധയോഗ്യമായിട്ടുള്ള ഭാഗങ്ങളാണ്. നിങ്ങളെല്ലാവരും ഒരു സമയത്ത് എല്ലാവരും പോപ്പുലർ ആയിട്ട് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, നമുക്ക് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂട്ടാനായിട്ട് ഇത് ഉപയോഗിച്ചിരുന്നു. അതുപോലെ തമിഴ്നാട്ടിലൊക്കെ ഡെങ്കി ഫീവർ വളരെയധികം വ്യാപിച്ചപ്പോൾ അതിനുവേണ്ടി സർക്കാർ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നു, ഡെങ്കിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്നു. അപ്പൊ ഏതേത് അവസ്ഥയിൽ എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്നുള്ളത് വിശദമായിട്ട് പറയാം. അപ്പൊ അതിനു മുമ്പ് ഇതിന്റെ ആയുർവേദ പ്രോപ്പർട്ടീസ് പറയണം. അതിനു മുമ്പായിട്ട് നമുക്ക് ഇതിന്റെ ബൊട്ടാനിക്കൽ നെയിം എന്താണെന്നറിയോ? ബൊട്ടാനിക്കൽ നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിക്ക പപ്പായ എന്നാണ് ഇതിന്റെ ബൊട്ടാനിക്കൽ നെയിം. കരിക്കേസെ ഫാമിലിയാണ്. ഓക്കെ, പപ്പൈൻ എന്ന് പറയുന്ന ഗ്യാസ്ട്രിക് എൻസൈം ആണ് ഇതിൽ അടങ്ങിയിട്ടുള്ളതാണ്. ഇതിൽ മെയിൻ ആയിട്ട് ഇതിന്റെ റോളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ഇനി ആയുർവേദ പ്രോപ്പർട്ടീസ് പറയുകയാണെങ്കിൽ ഉഷ്ണവീര്യാണ് കേട്ടോ. അതുപോലെ കടുവിഭാഗമാണ്, കടുരസമാണ്, ലഘുരൂക്ഷ തീക്ഷ്ണ ഗുണങ്ങൾ ചേർന്നിട്ടുള്ളതാണ്. ഉഷ്ണവീര്യാണ്, ഗുണാണെങ്കിൽ ലഘുവാണ്, രൂക്ഷമാണ്, തീക്ഷ്ണമാണ്. അതുകൊണ്ട് ചില സാഹചര്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. അതെന്താ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെ ഉപയോഗിക്കാന്ന് പറയാം. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് ഇതിന്റെ ചെറിയ ഒരു ഇളം കായല്, മൂത്തൊക്കെ വരുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു ഇളം പച്ച നിറത്തിലുള്ള കായായിരിക്കും. ഇതിപ്പോ പടം ചിത്രം ഒന്നും കാണിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് എല്ലാവർക്കും കാണുന്നതാണ്. നമ്മുടെ കേരളത്തിലെ പറമ്പുകളിലൊക്കെ ഉണ്ട്, എല്ലാ വീടുകളിലും ഉണ്ട് ഒരു പപ്പായ. മഴക്കാലത്ത് അങ്ങനെ നട്ടുപിടിച്ചാൽ ഇതിങ്ങനെ കാട് പിടിച്ച് പടർന്ന് പന്തലിച്ച് വരും. ഓക്കെ, അന്ന് നല്ല തൈ പറിച്ചെടുത്തിട്ട് ഇച്ചിരി വളമൊക്കെ ഇട്ട്, ഇച്ചിരി മണ്ണൊക്കെ കൂട്ടി കൊടുത്ത്, ഇച്ചിരി ചാണകവും വളമൊക്കെ ഇട്ട് അങ്ങോട്ട് പിടിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ നല്ലപോലെ വലിയ പഴങ്ങളുണ്ടാവും. പിന്നെ ഇതിപ്പോ റെഡ് ലേഡി എന്ന് പറയുന്ന ഒരു വ്യവസായമായിട്ട് തന്നെ റെഡ് ലേഡി പഴങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നല്ല മധുരം,
വായിൽ വെള്ളം തെളിയുന്നു. നല്ല ചുവപ്പ് നിറമുള്ള പഴം, നല്ല മധുരമാണ്, നല്ല ടേസ്റ്റാണ്, ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട്. അപ്പോൾ പപ്പായ നിങ്ങൾ ശീലാക്കണം. അതിന്റെ ഇലയുടെ ഗുണം പലർക്കും അറിയില്ല, അതുകൊണ്ടാണ് ഇന്ന് വീഡിയോ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഫ്രൂട്ടിൽ ഇത്തരം ഗുണങ്ങളുണ്ട്. വൈറ്റമിൻ എയും വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയും ഉണ്ട്. ഇലയിൽ സിയും ഡിയും ഇയും അടങ്ങിയിട്ടുണ്ട്. ആന്റി ഓക്സിഡൻസ് ഉണ്ട്. പപ്പൈൻ എന്ന് പറയുന്ന ഒരു ദഹനരസം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഡൈജഷനെയും അബ്സോർപ്ഷനൊക്കെ ഡൈജസ്റ്റീവ് എൻസൈംസിന് വരുന്നതുകൊണ്ട് നമുക്ക് ദഹനരസങ്ങൾ പ്രവർത്തിക്കുക വഴി നമ്മുടെ ആഹാരത്തിൽ നിന്ന് വേണ്ടതായ ധാതു ലവണങ്ങൾ തന്നെ വൈറ്റമിൻസിനെ ആഗിരണം ചെയ്യുന്ന പ്രോസസ്സ് നന്നായിട്ട് നടക്കുന്നുണ്ട്. എല്ലാം പറഞ്ഞല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെ ഉപയോഗിക്കാൻ നോക്കാം. അപ്പോൾ ഈ ചെറിയ ഇളം കായ ഉണ്ടല്ലോ, ഈ ഇളം കായയുടെ പ്രയോജനം ആദ്യം പറയാം. അത് നമുക്കത് തൊലി കളയോ അല്ലെങ്കിൽ അതിൻ്റെ പൊളിച്ച് കുരു കളയോ ഒന്നും വേണ്ട. അത് മുഴുവനോടെ എടുത്ത് ഇടിച്ച് പിഴിഞ്ഞ് അങ്ങോട്ട് നീരെടുക്കുക. ഓക്കെ, ആ ഇടിച്ച് പിഴിഞ്ഞ നീരില്ലേ, അത് നമുക്ക് ഈ കുട്ടികൾക്കൊക്കെ വിരശല്യം ഉണ്ടാവില്ലേ, ആ നീര് അതിന്ന് ഒരെണ്ണം ഇടിച്ച് പിഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ നീരുണ്ടാവും. അത് നമുക്ക് കുറച്ച് ദിവസം വേണമെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ വെക്കാന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ഫ്രിഡ്ജിൽ വെക്കുന്ന പരിപാടിയോട് ഞാൻ ഒരു ആയുർവേദ ശാസ്ത്രത്തെ അനുശ്വസിക്കാത്തത് കൊണ്ട് ഞാനത് അത്ര റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിത്ത്, ഒരു ഫലം, ചെറുത് ഇളയ ഫലം, അതൊരു ഇളം പച്ച നിറമായിരിക്കും. നല്ല കറുത്ത തൊലിയും അതുപോലെ അല്ല കരിമ്പച്ചയും അതിൽ വരച്ചാൽ ഇങ്ങനെ പശ വരുന്ന പാകി കഴിഞ്ഞാൽ അത് മൂത്തു എന്നർത്ഥം. ഇത് കുഞ്ഞക്കായ അത് മുഴുവനോടെ ഇടിച്ച് പിഴിഞ്ഞ നീരെടുക്കുക. ആ നീര് ഒന്ന് മിക്സിയിൽ അടിച്ചിട്ടോ അല്ലെങ്കിൽ കല്ലിൽ ഇടിച്ച് നൊസലായിട്ട് പിഴിഞ്ഞെടുക്കുക. ആ സ്ക്വീസ് ചെയ്തെടുക്കുന്ന ആ നീരുണ്ടല്ലോ, അതാണ് നമ്മുടെ ഒന്നാമത്തെ ഔഷധം, ഇന്ന് പറയാൻ പോണ ഒന്നാമത്തെ ഔഷധം. അപ്പോൾ ബാക്കി വരുന്നത് നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കാം. ഓക്കെ, പിറ്റേ ദിവസം എടുക്കാം. അപ്പോൾ ഇതിൽ 1 ടീസ്പൂൺ എടുത്താൽ മതി. ഈ സ്വരസം 1 ടീസ്പൂൺ എടുത്താൽ മതി. പക്ഷെ അതിൽ 1 നുള്ളു കായത്തിൻ്റെ പൊടിയും 1 ടീസ്പൂൺ തേനും കൂടെ ചേർക്കണം. തേൻ 1 ടീസ്പൂൺ നെയ്യ് 1 ടീസ്പൂൺ തേൻ, 1 ടീസ്പൂൺ ഈ സ്വരസം, 1 ടീസ്പൂൺ 1 നുള്ളു കായത്തിൻ്റെ പൊടി, 1 നുള്ളു കായത്തിൻ്റെ പൊടി വേണം, 1 ടീസ്പൂൺ തേൻ വേണം, 1 ടീസ്പൂൺ ഈ നീര് വേണം. ഇത് നന്നായിട്ട് ചാലിച്ചിട്ട് ദിവസേന രാവിലെയും രാത്രിയും ഭക്ഷണത്തിന് മുമ്പ് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരു 5 വയസ്സിനും 12 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികൾക്ക് വയറ്റിൽ കൃമിശല്യം കൊണ്ട് ഒരുപാട് രോഗങ്ങൾ വരുന്നുണ്ട്. അത് പ്രതിരോധിക്കുന്നതിന് ഈ പരിപാടി സഹായിക്കും. ഓക്കെ, ഇനി ഇറഗുലർ സൈക്കിൾസ്, അതല്ലെങ്കിൽ മെൻസ്ട്രൽ പെയിൻ, പീരീഡ് സമയത്തുണ്ടാകുന്ന കലശലായ വേദന, അതിനും ഇത് തന്നെ ഉപയോഗിച്ചാൽ മതി. അളവ് വേണമെങ്കിൽ 1 ടീസ്പൂൺ എന്നുള്ളത് 1 ടേബിൾ സ്പൂൺ നീരിൽ 1 നുള്ളു കായത്തിൻ്റെ പൊടിയും 1 ടീസ്പൂൺ തേനും ചേർക്കുക. 1 ടേബിൾ സ്പൂൺ നീരെടുക്കണം. ഇതിൻ്റെ ഇടിച്ചു പിഴിഞ്ഞ നീര് 1 ടേബിൾ സ്പൂൺ എന്ന് പറയുമ്പോൾ ഒരു 10 to 15 ml. അതിലേക്ക് 5 മില്ലി തേനും 1 നുള്ളു കായത്തിൻ്റെ പൊടിയും ചാലിച്ചിട്ട് വെറും വയറ്റിൽ അങ്ങോട്ട് കാലത്തും രാത്രിയും ഭക്ഷണത്തിന് മുമ്പ് കഴിച്ചാൽ ഈ പീരീഡ് സമയത്തുണ്ടാകുന്ന വേദന നിയന്ത്രിച്ച് നിർത്തുന്നതിന് സഹായിക്കും. ഇനിയുണ്ട് പ്രയോഗങ്ങൾ, വഴിയെ പറയാം. അപ്പോൾ വിരയ്ക്ക് എങ്ങനെ കൊടുക്കണമെന്ന് പഠിച്ചു നമ്മൾ. ഈ പീരീഡ് സമയത്ത് പെയിൻ എങ്ങനെ കുടിക്കണം പഠിച്ചു. ഓക്കെ, അപ്പോൾ അത് രണ്ടും മറക്കാതെ ഓർമ്മ വയ്ക്കുക. ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ഓക്കെ, അപ്പോൾ അത് പറ്റി. ഇനി നമുക്ക് ഇതിന്റെ പഴം കഴിച്ചു കഴിഞ്ഞാൽ ക്ഷീണം മാറുന്നു, ഭക്ഷണമായിട്ട് കഴിക്കാമെന്നും പറഞ്ഞല്ലോ. ഇനി അടുത്തതായിട്ട് ഇതിന്റെ വിത്തില്ലേ, ഈ വിത്ത് ഉണക്കി സൂക്ഷിക്കുക. ആ വിത്ത്, അതിനുള്ളിലുള്ള പഴം നമ്മൾ കഴിച്ചു കഴിഞ്ഞിട്ട് ആ വിത്തില്ലേ അത് ഉണക്കി സൂക്ഷിക്കുക. അത് ചെറുതായിട്ട് ഉണക്കി സൂക്ഷിച്ചൊന്ന് പൊടിച്ചിട്ട് ആ പൊടി നമുക്ക് ഇങ്ങനെ ഒരു 1/4 ടീസ്പൂൺ അല്പം തേനും ചാലിച്ചിട്ട് കഴിക്കുകയാണെങ്കിലും ഈ വിരശല്യം കുറയുന്നതിന് സഹായിക്കും. അതുപോലെ പലതരം മലബന്ധവും വിശപ്പില്ലായ്മ, ഗ്യാസ് ട്രബിൾ, ഫ്ലാറ്റുലൻസ്, ബേർപ്പിങ്, ചെസ്റ്റ് ബേൺ, ഇതൊക്കെ ഉണ്ടാവുന്നത് അഗ്നിബലം കുറയുമ്പോഴാണ്. ശരിയായ രീതിയിൽ ഭക്ഷണം ദഹിച്ച് ആഗിരണം ചെയ്യാതെ വരുമ്പോഴാണ് ഈ ഗ്യാസ് ട്രബിൾ ഉണ്ടാവുന്നത്. നെഞ്ചരിച്ചിലും പൊളിച്ചിട്ടുള്ള കേസിൽ വേണ്ട. നമുക്ക് പിന്നെ വയറ് വീർത്ത് വരിക, നേമ്പക്കം, വയറ് വീർത്ത് വരിക, കീഴ്വായു ധാരാളം, ഫ്ലാറ്റുലൻസ് ധാരാളമായിട്ട് പോവുക, ഭയങ്കരമായിട്ട് ബ്ലൂട്ടിങ്, ഇത്തരം അവസ്ഥയിലാണ്. നെഞ്ചരിച്ചിലും പൊളിച്ചിട്ടുള്ള കേസിൽ ഇത് വേണ്ട, മനസ്സിലായി, ഉപയോഗിക്കേണ്ട. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഉഷ്ണവീര്യാണ്, രൂക്ഷ തീക്ഷ്ണ ഗുണങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ അസിഡിറ്റി, ബെൽച്ചിങ്, ചെസ്റ്റ് ബേൺ അത്തരം കണ്ടീഷനുകളിൽ ഒഴിവാക്കുകയായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ അതല്ലാതെ ബ്ലൂട്ടിങ്, ഭയങ്കരമായിട്ട് വായു വീർത്ത് നിൽക്കുക, ശ്വാസം പോവില്ല, വായു പോവില്ലാത്തൊരവസ്ഥയിൽ, അത്തരം അവസ്ഥയിൽ ഇതിൻ്റെ ഉള്ളിലെ പഴുത്ത പഴത്തിലുള്ള ഉള്ളിലെ കുരു ഉണക്കി പൊടിച്ചത് ഒരു 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണോ എടുക്കുക. അല്പം തേനും ചേർത്ത് ചാലിച്ച് ഭക്ഷണത്തിന് മുമ്പ് കഴിക്കുന്നത് ഈ ഗ്യാസ് ട്രബിൾ കുറയുന്നുണ്ട്. ഗ്യാസ് ട്രബിൾ, ബ്ലൂട്ടിങ്, ഭയങ്കരമായിട്ട് വയറ് വീർത്ത് നിൽക്കുന്ന ആത്മാനം എന്ന് വിളിക്കും ആയുർവേദത്തിൽ, അത് കുറയുന്നതിന് സഹായിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ആ കറ എടുത്തിട്ട് മെഡിസിനൽ പർപ്പസിന് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി കൂടുതൽ വിശദാംശങ്ങൾ എനിക്ക് അറിയില്ല, അതിനെപ്പറ്റി ഞാനത് പറയുന്നില്ല. പക്ഷേ ഇത് ചില പഠനങ്ങളിൽ കാണുന്നുണ്ട് അൾസർ കണ്ടീഷന് ഉപയോഗിക്കാന്ന്. അത് വ്യക്തിപരമായിട്ട് ഞാൻ യോജിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇത് ഉഷ്ണവീര്യമാണ്, അതുപോലെ തീക്ഷ്ണമായിട്ടുള്ള രൂക്ഷമായിട്ടുള്ള ഗുണമാണ്, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് അൾസർ കണ്ടീഷനിൽ, അതുപോലെ പിത്തം മറിച്ചിട്ടുള്ള കണ്ടീഷൻസിൽ ഇത് ഉപയോഗിക്കേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ നല്ല ഉഷ്ണ കാലാവസ്ഥയിലും ചൂട് കാലാവസ്ഥയിലും ഇത് ഉപയോഗിക്കാതിരിക്കുകയായിരിക്കും ഉത്തമം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉഷ്ണവീര്യാണ്, അതുപോലെ രൂക്ഷ തീക്ഷ്ണ
ഗുണങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഉഷ്ണകാലത്ത് ഉപയോഗിക്കാതിരിക്കുക, കൂടുതൽ അളവിൽ ഉപയോഗിക്കാതിരിക്കുക. പിത്തസംബന്ധമായിട്ടുള്ള ഇതുപോലെ അസിഡിറ്റിയും അൾസറും ഉള്ള കണ്ടീഷനിൽ ഉപയോഗിക്കാതിരിക്കുക. അതിൽ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഫൈൻഡിങ്സ് ഇതുവരെ, ഒരു റിപ്പോർട്ട് ഇതുവരെ ആയിട്ടില്ല. ഓക്കെ. അപ്പോൾ പിന്നെ നമുക്ക് ഈ മെൻസ്ട്രൽ ബ്ലീഡിങ് പെയിന്, അത് ഇറഗുലർ സൈക്കിൾസ്, PCOD ഇത്തരം കണ്ടീഷനിൽ ഇതുപോലെ ഉപയോഗിക്കാം. വരെയുള്ളപ്പോൾ ഉപയോഗിക്കാം. അതുപോലെ ദഹനം കുറഞ്ഞിരിക്കുമ്പോൾ ഉപയോഗിക്കാം. വിശപ്പില്ലായ്മ ഉള്ളപ്പോൾ ഉപയോഗിക്കാം. അതുപോലെ ഇങ്ങനെ ബ്ലോട്ടിങ്ങും ഗ്യാസ് ട്രബിൾ ഉള്ളപ്പോൾ ഈ രീതിയിലൊക്കെ ഉപയോഗിക്കാം. ഓക്കെ. ഇനിയുണ്ട് കേട്ടോ പറയാം. അപ്പോൾ ഇതിൽ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഈ മലേറിയ പ്രിവെന്റ് ചെയ്യാൻ, ഡെങ്കി പ്രിവെന്റ് ചെയ്യാൻ, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂട്ടാൻ, ബ്രസ്റ്റ് ക്യാൻസർ, ലങ് ക്യാൻസർ ഒക്കെ നിയന്ത്രിക്കുന്നതിന് സഹായകമാകുന്ന രീതിയിലും ഇത് ഉപയോഗിക്കാം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇതിന് വേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇളം തളിരില പോരാ, അന്ന് നല്ല മൂത്ത ഇലയും വേണ്ട. ഇല കൊണ്ടുള്ള ഉപയോഗങ്ങളെ പറയുമ്പോൾ നമ്മുടെ വീഡിയോന്റെ തലക്കെട്ടതായിരുന്നല്ലോ. അതാണ് ഈ പറയുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക, സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക. അത് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. ഓക്കെ, ഒരിക്കലും കൂടെ ഓർമ്മിപ്പിക്കുക. അപ്പോൾ നമുക്ക് ഇതിന് നല്ല മൂത്ത ഇല ഒഴിവാക്കണം, ഇളം ഇല ഒഴിവാക്കണം. അതിന്റെ മീഡിയം സൈസ്, ആ ഇളം ഇലയുടെ താഴെ വരുന്ന 1-2 ഇല എടുക്കുക. വലിയ ഇല തന്നെ ആയിക്കോട്ടെ, അത് ഒരു 2-3 ഇല എടുത്തിട്ട്, ആദ്യത്തെ പ്രയോഗം അങ്ങനെ പറയാം, ഒരു 3 ഇല എടുക്കുക. എന്നിട്ട് അതിൻ്റെ ആ തണ്ട് മുറിച്ച് കളയുക. അതിൻ്റെ ഉള്ളിലുള്ള ഞരമ്പുണ്ടല്ലോ അത് നമ്മൾ മുറിച്ച് കളയുക. അതുപോലെ ആ തണ്ടിൽ നിന്ന് ഒടിച്ചെടുക്കുമ്പോൾ ആ കാണുന്ന കണുത്ത സ്റ്റെമ്മിൽ ആ കട്ടിയുള്ള ഭാഗം അതും നമ്മൾ കട്ട് ചെയ്ത് കളയുക. അതിൻ്റെ ഉള്ളിൽ കാണുന്ന കനുള്ള ഞരമ്പും കീറിക്കളയുക. എന്നിട്ട് ആ ലീഫ് മാത്രം കീറിയെടുക്കുക. ഓക്കെ. അങ്ങനത്തെ 3 ഇലയുടെ വേണം. അത് നമ്മളൊന്ന് ചതച്ചിട്ട് ഒരു 2 ലിറ്റർ വെള്ളത്തിലിട്ട് അസലായിട്ട് തിളപ്പിക്കുക. ഒരു 15-20 മിനിറ്റ് അവിടെ തിളച്ചോട്ടെ. ഒരു 20 മിനിറ്റ് തിളയ്ക്കാം. ഒരു 3 ഇലയുടെ ഈ തണ്ട് കീറി കളഞ്ഞിട്ടുള്ള ഭാഗം എടുത്ത് 2 ലിറ്റർ വെള്ളത്തിൽ 20 മിനിറ്റ് നേരം തിളയ്ക്കണം. 20 മിനിറ്റ് തിളച്ച് കഴിഞ്ഞാൽ അത് അരിച്ചങ്ങോട്ട് എടുക്കുക. ഓക്കെ. ആ വെള്ളം ഓരോ ഗൾപ്പായിട്ട് രാവിലെ ഒരു 9 മണിക്കും വൈകിട്ട് ഒരു 6 മണിക്കും ഇടയ്ക്ക് അരരിച്ച ഗ്ലാസ് ഇങ്ങനെ ചൂടോടെ കുടിച്ച് തീർക്കാം. അത് നമുക്ക് ഈ ശരീരത്തിലേക്ക് ഈ പറഞ്ഞ എല്ലാ ഗുണങ്ങൾക്കും നല്ലതാണ്. ക്യാൻസറിന് പ്രിവെന്റ് ചെയ്യാൻ, അതായത് പ്രത്യേകിച്ച് ലങ് ക്യാൻസറും ബ്രസ്റ്റ് ക്യാൻസറും പ്രിവെന്റ് ചെയ്യാനായിട്ട് സഹായിക്കും. ദഹനശക്തി കൂട്ടുന്നതിന്, സ്റ്റൊമക് ക്യാൻസർ പ്രിവെന്റ് ചെയ്യുന്നതിന്, അതുപോലെ ദഹനശക്തി കൂട്ടുന്നതിന്, വിര കുറയുന്നതിന്, ഈ വൈറ്റമിൻ A, B, C, D, E ഇത്തരം വൈറ്റമിൻസ് ശരീരത്തിന് കിട്ടുന്നതിന്, ഹെയർ ഗ്രോത്ത് കൂടുന്നതിന്, ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുകൊണ്ട് രക്തവാതത്തിനെ നിയന്ത്രിക്കുന്നതിന് ഒക്കെ സഹായകമാവും ഇത് നിത്യേന ശീലിച്ചാൽ. ഓക്കെ. അപ്പോൾ പക്ഷേ ഇത് ഉഷ്ണകാലത്ത് ശീലിക്കേണ്ട പിത്തപ്രകൃതിക്കാർ, അതുപോലെ എപ്പോഴും ചൂടാവുക, ശരീരം ചൂട് പിടിച്ച ദേഹമുള്ളവർ, പുളിച്ച ദേഹത്തിലുള്ളവർ, നെഞ്ചരിച്ചിലുള്ളവർ ഇത് ശീലാക്കണ്ട. അവർക്കും ഇത് കഴിക്കാം. ഒരാഴ്ച കഴിക്കുക, അത് കഴിഞ്ഞാൽ ഒരു 2 ആഴ്ച ബ്രേക്ക് എടുക്കുക, വീണ്ടും കഴിക്കുക. അങ്ങനെ കഴിക്കുന്നതുകൊണ്ട് വിരോധമില്ല. ഇതൊക്കെ നമ്മുടെ വീടുകളിൽ, തൊടികളിൽ സുലഭമായിട്ട് ലഭിക്കുന്നതാണെങ്കിൽ എന്തിനാണ് നിങ്ങളിത് മടിക്കണേ? മനസ്സിലായോ? അപ്പോൾ ആ ഉള്ളിലുള്ള കഫക്കെട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് ആ എനർജിയും ഉണർവും ഉന്മേഷം ഉണ്ടാവുന്നു. ഹെയർ ഗ്രോത്തിന് സഹായിക്കുന്ന ഘടകങ്ങൾ ഇതിലുണ്ടെന്ന് പറഞ്ഞത്. ഈ പപ്പൈൻ എന്ന് പറയുന്ന എൻസൈംസ് ആണ് ഈ പണി മുഴുവൻ എടുക്കുന്നത്. അതുപോലെ ഈ ആന്റി ഓക്സിഡൻസും വൈറ്റമിൻസും ഉണ്ടല്ലോ. ഇത്ര സിമ്പിൾ ആൻഡ് ചീപ്പായിട്ട് കിട്ടുന്ന സംഗതികൾ എന്താ? അമേരിക്കയിലൊക്കെ ഇത് ക്യാപ്സ്യൂൾ ഫോമിലും ടോണിക് ഫോമിലൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നമുക്കിത് സുലഭമായിട്ട് ലഭിക്കുന്നതുകൊണ്ട് ഇതിന് വിലയില്ല. അപ്പോൾ ഈ പപ്പായ ലീഫ് ജ്യൂസ് ഇങ്ങനെ ടീ പ്രിപ്പയർ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇനി ഇതിന്റെ സ്വരസെടുക്കാനും ഇതേപോലെ ആ ഞരമ്പ് വെട്ടിക്കളഞ്ഞിട്ടുള്ള ആ ഇല ഇടിച്ച് പിഴിഞ്ഞ നീരെടുക്കുക. അത് 1 ടേബിൾ സ്പൂൺ രാവിലെ വെറും വയറ്റിൽ അങ്ങോട്ട് കഴിക്കാം. മനസ്സിലായോ? 1 ടേബിൾ സ്പൂൺ. അത് റെഗുലറായിട്ട് നമുക്കൊരു ഹെൽത്ത് മെയിൻ്റനൻസ് എന്നുള്ള നിലയ്ക്ക് കഴിക്കാനായിട്ട് ഓരോ ടേബിൾ സ്പൂൺ മതി. പക്ഷേ പ്ലേറ്റ്ലെറ്റ് കൗണ്ടൊക്കെ വളരെയധികം കുറഞ്ഞ് നമുക്ക് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൂട്ടേണ്ട ആവശ്യകത ഉണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഇത് 3 നേരവും ഭക്ഷണത്തിന് മുമ്പ് കഴിക്കുക. അതിൽ കൂടുതൽ കഴിക്കരുത്. മാക്സിമം ഒരു 50 മില്ലി കൂടുതൽ ഒരു ദിവസം കഴിക്കരുത്. അത്ര വരെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക്, അല്ല നമുക്ക് ആരോഗ്യവാനായിട്ടുള്ള ഒരു വലിയ അഡൽട്ടിന് കഴിക്കാം. 50 മില്ലി വരെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 2-3 ഡോസായിട്ട് ഒരു ദിവസം കഴിക്കാം. പ്ലേറ്റ്ലെറ്റ് കൗണ്ട് വളരെയധികം കുറഞ്ഞിരിക്കുന്ന കണ്ടീഷനുകളിൽ, ഈ ഡെങ്കി ഫീവറോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാൻസറസ് കണ്ടീഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും കീമോതെറാപ്പി പോലുള്ള ട്രീറ്റ്മെന്റ്സ് എടുത്ത് അത്തരം അവസ്ഥകളിലോ ബ്ലഡ് ക്യാൻസർ പോലത്തെ അവസ്ഥകളിലൊക്കെ ഇത് ഉപയോഗിക്കാം. പക്ഷേ അറ്റ് എ ടൈം 50 ml ഒരുമിച്ച് കഴിക്കരുത്. ഒരു 15 മില്ലി വീതം 3 നേരമായിട്ട് കഴിക്കുക. അത് ഈ ഇലകൾ ഇങ്ങനെ 2-3 ഇല, ഇളം ഇലയോ അല്ല, നല്ല മൂത്തോ ഇലയല്ല, അതിനിടയിലുള്ള ഇലക്ക് അതിൽ തണ്ട് ഭാഗം മുറിച്ച് കളയണം. ഇതിനിടയ്ക്കുള്ള ഞരമ്പുകളും മുറിച്ച് കളയാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ അത് ഇടിച്ച് പിഴിഞ്ഞ നീര് ഒരു 10 മില്ലി അല്ലെങ്കിൽ 15 മില്ലി വീതം അങ്ങനെ 3 നേരം ഭക്ഷണത്തിന് മുമ്പ് കഴിക്കാം. ഒരു ഇന്റൻസ് യൂസിന് ഒരു 2-3 വീക്സ് കണ്ടിന്യൂസ് ഉപയോഗിക്കാം. പക്ഷെ റെഗുലർ യൂസിന് ഒരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇത്തരം വൈറ്റമിൻസിന് വേണ്ടിയും ആന്റി ഓക്സിഡൻസിന് വേണ്ടിയും ഹെയർ ഗ്രോത്തിന് വേണ്ടിയും ദഹനത്തിന് വേണ്ടിയും ക്യാൻസറിനെയും മലേറിയനെയും ഡെങ്കിനെയും ഒക്കെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കഴിക്കുമ്പോൾ 10 മില്ലി അല്ലെങ്കിൽ 15 മില്ലി രാവിലെ വെറും വയറ്റിൽ കഴിക്കുക. ഇനി ഇത് കഴിക്കാൻ നല്ല പാടാണ്. നല്ല കായപ്പും ചവർപ്പും ഒക്കെ ചേർന്നിട്ടാണ് ഇത് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് ഒരു കറ പോലെ ഇങ്ങനെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിൽ അല്പം തേൻ ചേർക്കുന്നുണ്ട് വിരോധമില്ല. 1 ടേബിൾ സ്പൂണിലേക്ക് 1 ടീസ്പൂൺ തേൻ ചേർത്ത് കഴിക്കാം. ഇനി മറ്റൊരു വിധിയും കൂടി ഉണ്ട്. അതായത് ഒരു ഇളനീരിൽ ഇത് ചേർത്ത് കഴിക്കുക. ഒരു ഇളനീരിൽ ഒരു 15 മില്ലി
ഇതിന്റെ സ്വരസം, ഇലയുടെ പപ്പായ ലീഫ് ജ്യൂസ് ഇടിച്ചു പിഴിഞ്ഞ നീര് 15 മില്ലി ഒരു ഇളനീരിലേക്ക് കലക്കിയിട്ട് കഴിക്കുമ്പോൾ അറിയില്ല, സുഖമായിട്ട് ഇറങ്ങിപ്പോക്കോളും. ഈ ഗുണങ്ങളൊക്കെ ഉണ്ട്. ഈ ക്ഷീണം മാറുന്നതിനും ഈ വൈറ്റമിൻസും, ഇളനീരിന്റെ കാര്യം പറയണ്ടല്ലോ, മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് വീഡിയോകളിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെയും ഗുണം കിട്ടും. അപ്പോൾ ഇത് കഴിക്കാൻ പാടില്ല സമയം ഉഷ്ണകാലം, പിത്തപ്രകൃതിക്കാർ, ആസിഡിറ്റി, അൾസർ, അതുപോലെ ബ്ലീഡിങ് പൈൽസ് ഉള്ളവർ, എക്സസീവ് ബ്ലീഡിങ്, മെൻസ്ട്രൽ ബ്ലീഡിങ് ഉള്ളവർ, മൂക്കിക്കൂടെയൊക്കെ രക്തം വരുന്ന രോഗാവസ്ഥകളുള്ളവർ കഴിക്കാതിരിക്കുന്നതാണ് ഉത്തമം. കഫപ്രകൃതിക്കാർക്ക് ഒന്നും നോക്കണ്ട. തടിച്ച പ്രകൃതിക്കാർ, കഫം കൂടുതലായിട്ടുള്ളവർക്ക് എന്താ ചെയ്ത് തീക്ഷ്ണ ഉഷ്ണ ഗുണങ്ങളാണല്ലോ, അപ്പോൾ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് അത് ബാലൻസ്ഡ് ആയിട്ട് പൊക്കോളും. അപ്പോൾ ഇത്തരം സംഗതികളൊക്കെ ഇതിലുണ്ട്. ഈ ആന്റി ഓക്സിഡൻസും വൈറ്റമിൻസും ആണ് ഇതിന്റെ എനർജി തരുന്നതും നമ്മുടെ ഉണർവും ഉന്മേഷം ഉണ്ടാക്കുന്നതിനായിട്ട് സഹായിക്കുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യം തൊട്ട് ഒന്നും കൂടി ആവർത്തിച്ച് 1-2 ആവർത്തി കാണുക. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്തിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാതെ ഷെയർ ചെയ്യുക. മറ്റാർക്കെങ്കിലും ഉപകാരപ്പെട്ടോന്നേ, ഒരു ഛേദമില്ലാത്ത ഉപകാരം നമുക്ക് ചെയ്യാലോ. അപ്പോൾ ഇത് പിന്നെ തുടർച്ചയായിട്ട് കഴിക്കണ്ട. നമുക്കൊരു 2-3 ആഴ്ച കഴിച്ചു കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ ഒരു 2-3 വീക്സ് ബ്രേക്ക് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് വീണ്ടും കഴിക്കാം. അങ്ങനെ മതി. ഈ ടീ പോലെ, അതായത് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. പിന്നെ ഇതിന്റെ ഒരു 1-2 പ്രയോഗങ്ങളും കൂടി ഞാൻ പറയാൻ വിട്ടുപോയി, ഇത് ഓർപ്പിക്കാം. അതായത് ഇതിന്ന് വരുന്ന സാപ്പ് ഉണ്ടല്ലോ, ആ കറ, നമ്മളെ നല്ല പച്ച മൂത്ത കായ ഉണ്ടല്ലോ, പഴുക്കുന്നതിന് മുമ്പത്തെ അവസ്ഥ, അതിൽ ബ്ലേഡ് കൊണ്ട് ഇങ്ങനെ വരഞ്ഞാൽ ഒരു കറ വരും ഇല്ലേ. ആ കറ നമുക്ക് കാൽവിരലുകൾക്കിടയിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻ, മുൻപ് വീഡിയോകളിൽ പല മരുന്നുകൾ ഞാൻ അതിനായിട്ട് പറഞ്ഞിരുന്നു. മുൻ വീഡിയോകൾ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. കാൽവിരലിന്റെ ഇടയിൽ ഉണ്ടാകുന്ന വളങ്കടി, അത്തരം ഫംഗൽ ഇൻഫെക്ഷൻസിന് അത് പരട്ടി കൊടുക്കാം. പിന്നെ വേറെ കണ്ടീഷനിൽ കൂടെ അത് നിർദ്ദേശിക്കാറുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗളകണ്ഠം എന്ന് വിളിക്കുന്ന ഈ ടോൺസിലൈറ്റിസോ അല്ലെങ്കിൽ തൈറോയിഡ് കൊണ്ടോ ഉള്ള മുഴയല്ല, ഈ ത്രോട്ടിൽ മുഴകൾ വരും ഇങ്ങനെ. ഗളകണ്ഠം എന്നാണ് അതിന് ആയുർവേദത്തിൽ വിളിക്കുക. അത്തരം അവസ്ഥയിൽ അത് എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ പതിവായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ആ മുഴ ചുരുങ്ങുന്നതിനോ അതിന്റെ വളർച്ച നിർത്തുന്നതിനോ സഹായിക്കും. ഓക്കെ, അപ്പോൾ അത്തരം ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ നാളെ വീണ്ടും രാത്രി 9 മണിക്ക് കാണാം. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഒരുപാട് കമന്റ്സ്, വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളുടെ അറിവുകൾ ഇതിൽ കൂട്ടിച്ചേർക്കുക. ഓക്കെ, എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ സേവിയർ, ആദ്യം ആയുർവേദം.